ഹലോ, എല്ലാവരും സുഖമായിരിക്കല്ലേ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങളുടെ പൂരമാണ്. പൂരത്തിൻ്റെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇന്ന് പറയൊക്കെ വെച്ചിട്ടാണ് ആനപ്പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളുക. ആനപ്പൂരം നിരത്തുന്നതിന് മുമ്പായിട്ട് എല്ലാ വീടുകളിലും ആന വന്ന് പറയൊക്കെ വെച്ചിട്ടാണ് ആനപ്പൂരം പൂരപ്പറമ്പിൽ നിരത്തി നമ്മൾ കാണാറുണ്ടല്ലോ, ടി വിയിലൊക്കെ കാണുന്ന പോലെ ആനപ്പൂരം കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട്. അതിന് മുമ്പത്തെ ഒരു ചെറിയൊരു ചടങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നമ്മുടെ പൂര കമ്മിറ്റിക്കാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പൂര കമ്മിറ്റിക്കാരും ആനയും ചെണ്ടമേളങ്ങളും ഒക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ടാണ് പറ വയ്ക്കാനായിട്ട് ഓരോ വീടുകളിലും ആന എത്തുക. നമ്മുടെ വീട് വരെയാണ് കേട്ടോ കോട്ടപ്പാടം ദേശം. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരണ ദേശം എന്ന് പറഞ്ഞാൽ ചെന്താരയാണ്. ഒരുപാട് ദേശങ്ങളുണ്ട് കേട്ടോ. ചെന്താര, ഇളമുറ, കോട്ടപ്പാടം, പട്ടുകുളങ്ങര, അങ്ങനെ ഒരുപാട് ദേശങ്ങളിലെ പൂരാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ കോട്ടപ്പാടാണ്, നമ്മുടെ വീട് വരെയാണ് കോട്ടപ്പാടം ദേശം വരണത്. അങ്ങനെ ആന വന്നു തിരിഞ്ഞ് നമ്മുടെ അവിടേക്ക് തിരിഞ്ഞിങ്ങനെ നിൽക്കും. കാരണം നമ്മുടെ അവിടെ വരെയാണ് നമ്മുടെ കോട്ടപ്പാടം ദേശം വരണത്. അങ്ങനെ പറന്നറയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കമ്മിറ്റിക്കാരും ആനയും എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ആനേനെ കണ്ടോ? എന്ത് രസമല്ലേ ആനേനെ കാണാനായിട്ട്, എന്ത് ഭംഗിയില്ല. ആനച്ചമയം ഒക്കെ ഒരുക്കലുണ്ട്. അതായത് പൂരത്തിന് ഏറ്റവും നന്നായി ആനച്ചമയം ഒരുങ്ങി വരണ ആനകൾക്ക് സമ്മാനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 17-18 ദേശങ്ങളിൽ നിന്ന് ആനകൾ വരും. അതിൽ ഏറ്റവും നന്നായി ഒരുങ്ങി വരണ ആനയ്ക്ക് സമ്മാനമൊക്കെ ഉണ്ട്. ട്രോഫിയൊക്കെ, കമ്മിറ്റിക്കാർക്ക് ട്രോഫി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആനച്ചമയം, ആനച്ചന്തം എന്നൊന്നും പറയണത് വെറുതെ അല്ല. ആനച്ചന്തം എന്നൊക്കെ നമ്മൾ സർഗാത്മികമായി പറയുമെങ്കിലും ആനപ്രേമികൾക്കും നമ്മൾ തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാം. അണിഞ്ഞൊരുങ്ങി ആനച്ചമയമൊക്കെ കഴിഞ്ഞ് വരണ ഒരു ആനയുടെ ഭംഗി, അതായത് കാണുന്ന കാഴ്ചക്കാരിൽ ഒരാളുടെ പോലും ഒരു ശ്രദ്ധയോ അറ്റൻഷനോ ഒന്നും മാറിപ്പോവാതെ തന്നിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ആനയുടെ ആനച്ചമയത്തിൻ്റെയും ആനയുടെയും ഭംഗി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിൽ തന്നെ കാണാം. ഇനി വരും കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേനും മുഴുവനായിട്ട് ചമഞ്ഞ് തിടമ്പേറ്റിയ നമ്മുടെ ആനേനെ കാണാൻ പറ്റും കേട്ടോ. ചെറുപ്പളശ്ശേരി രാജശേഖരൻ എന്നാണ് കേട്ടോ നമ്മുടെ ആനയുടെ പേര്. തലയെടുപ്പിൽ 1-ാം സ്ഥാനത്തൊക്കെ നിൽക്കണ ആനയാണിത്. നമ്മൾ എല്ലാ പ്രാവശ്യവും 40 വർഷമായിട്ടുള്ള നമ്മുടെ പൂര കമ്മിറ്റിയാണിത്. ആ 40 വർഷത്തെ പൂര കമ്മിറ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് നമ്മുടെ കമ്മിറ്റിക്ക് തന്നെയാണ് ഏറ്റവും നല്ല ആനച്ചമയത്തിനും ഏറ്റവും ഒത്ത ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പിക്കൈ ആയാലും തലയെടുപ്പായാലും എല്ലാത്തിനും ഒത്തു നിൽക്കണ ഒരു ആനേനെ നമ്മൾ തന്നെയാണ് കൊണ്ടുവന്ന് നിരത്താറ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് തന്നെയാണ് ഏറ്റവും നല്ല ആനച്ചമയത്തിനുള്ള അവാർഡും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറുപ്പളശ്ശേരി രാജശേഖരനാണ് നമ്മുടെ ആന. ഇതാണ് ഞാൻ പറഞ്ഞ ആനച്ചമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂരപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കണ സമയമാണ് കേട്ടോ അത്. അവിടെ എന്തോ വയറൊക്കെ തടഞ്ഞിട്ട് ദേവിയുടെ തരമ്പ് അങ്ങോട്ട് പൊക്കാൻ പറ്റിയിട്ടില്ല. ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് വേറെ ആനകൾ, വേറെ ദേശത്തെ, ഞാൻ പറഞ്ഞില്ല 17-18 ദേശങ്ങളിൽ നിന്ന് പൂരം വരുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ വേറെ ദേശത്തെ പൂരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഇനി അടുത്ത ആന പോയതിന് ശേഷം വേണം അടുത്ത നമ്മുടെ ആനയ്ക്ക് കയറാനായിട്ട്. പൂരപ്പറമ്പിലേക്കുള്ള വഴിയിലേക്ക് ഇങ്ങനെ കയറുകയാണിത്. നമ്മുടെ രാജശേഖരൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പുള്ള കൊട്ടും പാട്ടും മേളങ്ങളും ബഹളങ്ങളും ഇതൊരു വലിയ അത്ഭുതം പോലൊരു സംഭവമാണ്. എത്ര പേര് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ തൃശ്ശൂർ പൂരവും. ഒരു മിനി തൃശ്ശൂർ പൂരത്തിൻ്റെ എഫക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പൂരത്തിന്. അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ആനേനെ ദേവിയുടെ നടയിൽ, ഇത് അമ്പലമാണ്, അമ്പലത്തിൽ ദേവിയുടെ നടയ്ക്ക് കൊടന്ന് ദേവീനെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ നിരത്ത് അങ്ങനെ ചുറ്റി അതായത് അമ്പലം വലം വെച്ച് വന്ന് ദേവിയുടെ നടയിൽ വന്ന് ദേവീനെ കണ്ടതിന് ശേഷം വീണ്ടും തിരിഞ്ഞ് ആനകൾ പോയി പൂരത്തിന് നിരക്കും. അപ്പോൾ നമ്മുടെ രാജശേഖരൻ വന്ന് നടയിൽ വന്ന് തൊഴുത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരപ്പുഴ അമ്പലത്തിലെ പരപ്പുഴ ദേശത്തിൻ്റെ ആനയാണ് കേട്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആന അവിടെ ദേവിയുടെ നടക്കൽ നേരത്തെ കണ്ടുല്ലോ. ഇവിടെ ഒരുപാട് ആൾക്കാരായിരിക്കും. ഒരുപാടെന്ന് വെച്ചാൽ ഒരു മിനി തൃശ്ശൂർ പൂരത്തിൻ്റെ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ പൂരം. നമ്മൾ പെരുവല്ലൂർക്കാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ കൂട്ടുകുറുമ്പ് അമ്പലത്തിലെ പൂരം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ,
ഏറ്റവും നല്ല ആനച്ചമയത്തിനും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരുങ്ങി നിൽക്കുന്ന ആനയ്ക്കുള്ള സമ്മാനവും ഒക്കെ ഉണ്ട്. അത് ഇപ്രാവശ്യവും നമ്മുടെ കോട്ടപ്പാടം കമ്മിറ്റിക്ക് തന്നെയാണ്. ഒരുപാട് അഭിമാനത്തോടു കൂടി നമ്മുടെ കോട്ടപ്പാടം കമ്മിറ്റിക്കാരത് ഏറ്റുവാങ്ങി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂരപ്പറമ്പിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടവും കാണാനും ഒക്കെ ആയിട്ട് വന്നു. അവിടെ പാനിപ്പൂരി ഇങ്ങനെ ഫ്രൈസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ മക്കൾക്ക് വാങ്ങി അവിടെ എല്ലായിടവും കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു. ഇനിയുള്ളത് പുലർച്ചപ്പൂരാണ്. പുലർച്ചപ്പൂരത്തിൻ്റെ കൊട്ടും പാട്ടും മേളങ്ങളൊക്കെയാണ്. നമ്മൾ പകൽ നടന്നതുപോലെ തന്നെ കൊട്ടും പാട്ടും മേളങ്ങളും ഒക്കെ ആയിട്ട് ആനേനെ അണിയിച്ചൊരുക്കി വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. ആ കാഴ്ചകളാണിത്. ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പൂരം അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ബാക്കി കുറച്ച് നമുക്ക് മേളങ്ങളൊക്കെ ഒന്ന് കേൾക്കാം.